നമസ്കാരം ആർ പി. നമസ്കാരം. ഒരുപക്ഷെ അഖണ്ഡ ഭാരതം വീണ്ടും സാംസ്കാരികമായി ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ പോലും പ്രത്യേകിച്ച് അതിശയോക്തിയില്ലാത്ത ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. മിൻവോങ് ഭാരതത്തിലേക്ക് വരുമ്പോഴും ഭാരതവുമായിട്ട് പൂർവാധികം ഭംഗിയായി ഉള്ള സൗഹൃദം സ്ഥാപിക്കുമ്പോഴും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടെററിസത്തിൻ്റെ ഉറവിടമായ മ്യാൻമാർ ഭാരതത്തിനോടൊപ്പം ചേരുന്നു. ചൈനയുടെ കള്ളക്കളികളിൽ നിന്ന് മോചിതമാകുന്നു. ലോകം വ്യാപകമായിട്ട് ഇന്ത്യൻ ആയുധങ്ങൾക്ക് പിന്നിലും ഇന്ത്യൻ സംസ്കാരത്തിന് പിന്നിലേക്കും അണിനിരക്കുമ്പോൾ ഈ മാറ്റത്തെ നമ്മൾ എങ്ങനെ കാണണം ആർ പി? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് മ്യാൻമാറിൻ്റെ അല്ലേ, മ്യാൻമാറിൻ്റെ പ്രസിഡന്റ് ഭാരതത്തിൽ എത്തിയതിനെക്കുറിച്ചാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ അധികം മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരവാണ്, അല്ലെങ്കിൽ ഒരു സന്ദർശനമാണ് ഈ പ്രസിഡൻറ്റിൻ്റെ. അദ്ദേഹം യഥാർത്ഥത്തിൽ 2019 അദ്ദേഹം ഒരു മിലിറ്ററി കമാൻഡറാണ്, അപ്പോൾ മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മ്യാൻമാർ ആർമിയുടെ ചീഫ് എന്ന നിലയിൽ 2019 ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അതിനുശേഷമുള്ള വരവാണ് ഇത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോഴും മ്യാൻമാറിൽ ഇപ്പോഴും അതൊരു മിലിറ്ററി പട്ടാള ഭരണമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു പട്ടാള ഭരണത്തിൻ്റെ പ്രസിഡൻറ്റിനെ ഭാരതം പോലെ ഒരു ഡെമോക്രാറ്റിക് രാജ്യം എന്തിനു സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചുള്ള വിമർശനങ്ങൾ ഒരു വശത്തുണ്ട്. അത് മ്യാൻമാറിലെ തന്നെ ഓങ് സാങ് സൂചിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇന്ത്യ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് കാര്യമാക്കുന്നേയില്ല. നമ്മൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം ഭാരതത്തിൽ വരുന്നു, പ്രധാനമന്ത്രി മോദിയുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം ആദ്യം പോയത് യഥാർത്ഥത്തിൽ ബോധ്ഗയയിലാണ്, ബീഹാറിൽ. ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ്, ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു. വലിയ തോതിൽ വലിയ വിഷയങ്ങളിൽ പല മേഖലകളിൽ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഇതിന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊറ്റ ന്യായീകരണമേ ഉള്ളൂ, അത് ഭാരതത്തിൻ്റെ രാജ്യ താല്പര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ആരുമായിട്ടും ഈ ലോകത്ത് ഇപ്പോൾ ഏത് രാജ്യവുമായിട്ട് വേണമെങ്കിലും ഭാരതത്തിന് ഡിസ്കഷൻസ് നടത്താം. ഏത് രാജ്യവുമായിട്ടും വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടോ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടോ ഇറക്കുമതി കയറ്റുമതി ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിഫൻസ് ടൈസ് പോലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രതിരോധ മേഖലയിലെ പരസ്പരമുള്ള സഹകരണം പോലും ഡിസ്കസ് ചെയ്യാം. പക്ഷേ മ്യാൻമാർ പോലെ ഒരു രാജ്യവുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനപ്പുറം നമ്മുടെ രാജ്യ താല്പര്യത്തിൻ്റെ ഒരു വിഷയമുണ്ട്. കാരണം 1640 കിലോമീറ്ററുണ്ട് മ്യാൻമാറും ഭാരതവും തമ്മിലുള്ള അതിർത്തി. ഈ അതിർത്തി വളരെ സങ്കീർണമായ അതിർത്തിയാണ്. നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് അതിർത്തി. ഈ പ്രദേശങ്ങളിലെല്ലാം, അതിപ്പോൾ നമ്മളുടെ നാഗാലാൻഡ് ആയാലും അരുണാചൽ പ്രദേശ് ആയാലും മിസോറാം ആയാലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വിഘടനവാദി ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ മ്യാൻമാറിനും പ്രശ്നമുണ്ട്. മ്യാൻമാറിനും ആ മേഖലകളിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന വിഘടന ഗ്രൂപ്പുകളുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും പരസ്പര സഹകരണത്തിലൂടെ അവനവൻ്റെ രാജ്യാതിർത്തി സംരക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംയുക്ത ഉദ്യമം, അതാദ്യമായിട്ടൊന്നുമല്ല, അത് കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം ഒരു പരിധിവരെ നിൽക്കുന്നത് ഈ മ്യാൻമാറിൻ്റെ സഹകരണം ഉള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുമെന്നുള്ളതാണ് എനിക്ക് ഈ വിസിറ്റിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് ഡിഫൻസ് മേഖലകളിൽ, ഇൻഡസ്ട്രിയിൽ, ഇത്തരം കാര്യങ്ങളിൽ, സൈബർ മേഖലയിൽ, സൈബർ കുറ്റകൃത്യങ്ങളുടെ മേഖലയിൽ, അതേപോലെ ആൾക്കാരെ ഹ്യൂമൻ ട്രാഫിക്കിങ്, നമ്മുടെ പല ആൾക്കാരും അവിടെ പോയി പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2400 പേരെയോ മറ്റോ ആണ് അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വന്നത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ കൂടുതൽ ചർച്ച നടക്കുന്നത് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിസിറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിസിറ്റാണ്. ചൈന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുകയാണ്. ഇപ്പോൾ 2021 മുതൽ ചൈനയിൽ പോയിരുന്നു. ഇദ്ദേഹം 2024 വിസിറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ് പോയി കണ്ടത്. പക്ഷേ സൈനിക മേധാവി എന്ന നിലയിലാണ് പോയി കണ്ടത്. 2026 അദ്ദേഹം പ്രസിഡൻ്റായിട്ട് മാറുന്നത്. അപ്പോൾ 2024 ചൈനയിൽ പോയി വിസിറ്റ്. പേര് വായിക്കാൻ ഇത്തിരി വിഷമാണോ? മിൻവോങ് ലൈങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ. ലൈങ് എന്നാണ്, എച്ച് ഉണ്ടെങ്കിലും
അതില്ല, ഉച്ചാരണത്തിലില്ല. മീൻ വോങ് ലൈങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹം അവിടെ പോയി അവിടുത്തെ ചൈനീസ് പ്രധാനമന്ത്രിയെ പോയി കാണുന്നു, അവരുമായി ചർച്ച നടത്തുന്നു. പക്ഷേ അപ്പോഴും ചൈനയുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, ഡബിൾ ഗെയിം അതിനെക്കുറിച്ച് അവർ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു. കാരണം അവിടുത്തെ ഭീകരവാദത്തെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ് ചൈന കൂടുതൽ താല്പര്യപ്പെടുന്നത്. ചൈനയ്ക്ക് എങ്ങനെയെങ്കിലും മ്യാൻമാറിനെ ഒന്ന് പിടിച്ചടക്കി ചൈനയെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപയോഗിച്ച് ചൈനയുടെ എക്കണോമി വീണ്ടും ബിൽഡപ്പ് ചെയ്യുക എന്ന് മാത്രമാണ്. വെറും സ്ഥാപിത താല്പര്യം മാത്രമാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ചൈനയെ വിട്ടിട്ട് അവർ ഭാരതത്തിലേക്ക്. ഈ തിരിച്ചറിവ് മ്യാൻമാറിന് മാത്രമല്ല, അത് നമ്മളെ വിഷയങ്ങൾ പറയുമ്പോൾ അത് പറയണം. ഇപ്പം ലോകമെമ്പാടും വലിയ തോതിൽ സംഘർഷങ്ങളും അസ്ഥിരതയും ഒക്കെ പടരുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ചിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിൽ കണ്ടത് വളരെ കറക്റ്റാണ്. അതായത് ചായ് പേ ചർച്ച എന്ന് പറയുന്ന മോദിയുടെ ഒരു വഴിയാണല്ലോ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ചായ് പേ ചർച്ച ഡിപ്ലോമാറ്റിക് ലെവലിൽ മോദി കൊണ്ടുപോകുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പത്രമാണ്, എനിക്ക് തോന്നുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയോ മറ്റോ ആണ്, അവരെഴുതിയിരുന്നത് ചായ് പേ ചർച്ച നയതന്ത്ര രംഗത്തേക്ക് മോദി കൊണ്ടുപോകുന്നു. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ നമ്മളുടെ തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന കുറേ രാജ്യങ്ങളുണ്ടല്ലോ, മ്യാൻമാറും ഇപ്പോൾ അതിലേക്ക് വരികയാണ്, ഭൂട്ടാന്, നേപ്പാള്, അതേപോലെ ശ്രീലങ്ക, അതേപോലെ മാൽഡീവ്സ്, ഇതുപോലെയുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെ എൻവോയ്സിന് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക്, പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആരായാലും അല്ലെങ്കിൽ അവരുടെ അംബാസഡർമാർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ തത്തുല്യ ഇതിലുള്ള നേതാക്കന്മാരെയോ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് കാണാനും സംസാരിക്കാനും ഉള്ള ഒരു സൗകര്യം അതുണ്ടാക്കി കൊടുക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്കൊക്കെ ഒത്തിരി ചടങ്ങുകളുണ്ട്. ഈ ചടങ്ങുകളൊക്കെ നമ്മുടെ അയൽക്കാരുടെ കാര്യത്തിൽ ഒഴിവാക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നേപ്പാളിലെ അവരുടെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ചെയർമാൻ ഭാരതത്തിൽ വന്നിരുന്നു. അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കണ്ടിട്ടാണ് പോയത്, ഇല്ലേ? ഓർക്കുന്നില്ലേ? അതേപോലെ ഭൂട്ടാനുമായിട്ട് നമ്മൾ വലിയ തോതിൽ സഹകരണമുണ്ട്. നമ്മുടെ ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ഉത്തമ ബോധ്യമായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടണമെങ്കിൽ അവർക്ക് ഭാരതത്തിൻ്റെ സഹായം വേണം. അത് മാൽഡീവ്സ് ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞാണ്. മാൽഡീവ്സിൽ മുഹമ്മദ് മൊയ്സി ഇന്ത്യ വിരുദ്ധ കലാപവുമായിട്ട് വന്നിട്ട് ഇപ്പോൾ അവർ പൂച്ചയെ പോലെ ഒതുങ്ങിക്കഴിഞ്ഞു. കാരണം ഭാരതമില്ലാതെ പറ്റില്ല. ഇതിനൊക്കെ ഒരു കാരണം, അതാണ് ഞാൻ പറയാൻ വന്നത്, ഇതിനൊക്കെ ഒരു അടിസ്ഥാന കാരണമായിട്ട് വന്നിരിക്കുന്നത് ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ മേഖലയിലെ രണ്ട് വലിയ രാജ്യങ്ങൾ, അതായത് ചൈനയും ഇന്ത്യയും, ഈ രണ്ട് രാജ്യങ്ങളെയും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ചൈനയല്ല, ഭാരതമാണ് എന്ന് ഈ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഭാരതത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞും മറ്റൊന്ന് ചെയ്യുന്ന പരിപാടിയില്ല എന്ന് ഇവർക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഈ ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച്, അത് മ്യാൻമാറുമായിട്ടായാലും നേപ്പാളുമായിട്ടായാലും ഭൂട്ടാനുമായിട്ടായാലും ചൈന വളരെ ആശങ്കയോടാണ് കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മ്യാൻമാറിലേക്ക് ഒരു ആക്സസ് കിട്ടുക എന്ന് പറയുന്നത് മ്യാൻമാറിലേക്ക് മാത്രമുള്ള ഒരു ആക്സസ് അല്ല, നമ്മുടെ ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ഒക്കെ ഭാഗമാണ്. അതൊരു സൗത്ത് ഏഷ്യയിലേക്കുള്ളൊരു എൻട്രൻസ് കൂടിയാണ്. ഇപ്പം തന്നെ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ട്രൈലാറ്ററൽ ഹൈവേയെക്കുറിച്ച്, മ്യാൻമാർ തായ്ലൻഡ് ഇന്ത്യ ഹൈവേയെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖല കൂടി സുരക്ഷിതമാകുന്നു. പ്ലസ് അവരുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് ഒരു വലിയ ഹാർട്ടാണ്. അതിൻ്റെ വിശ്വാസ്യത ഓൾറെഡി തകർന്നു. അതോടൊപ്പം തന്നെ ഈ മ്യാൻമാറിലേക്കുള്ള ആക്സസ് അവർക്ക് ഇല്ലാതാകുന്നു. ഇന്ത്യയുടെ ആക്സസ് കൂടുന്നു. ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ ഇറാനുമായിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ഇന്ത്യക്ക് പ്രശ്നമില്ല എങ്കിലും ഇറാനിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ട് ഇന്ത്യക്ക് ഡയറക്റ്റ് ആക്സസ് ഉള്ള രാജ്യമായി ഇറാൻ മാറുന്നു. പാകിസ്ഥാൻ ഈ മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇറാനെ അങ്ങോട്ട് ചെന്ന് സമീപിച്ചിട്ട് പോലും ഇറാൻ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തു ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ പോലും. ആ തരത്തിൽ ഒരു സ്വാധീനം
ഭാരതത്തിന് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് നമ്മുടെ സ്വത്വത്തെക്കുറിച്ച് ഈ രാഷ്ട്രത്തിനൊരു സ്വത്വമുണ്ടെന്നും രാഷ്ട്രത്തിന് തനിയെ ഒരു വ്യക്തിത്വമുണ്ടെന്നും അതിൻ്റെ നട്ടെല്ല് വളയ്ക്കാൻ പാടില്ല എന്നും അറിയുന്ന ഒരു ഭരണാധികാരി രാഷ്ട്രത്തിലുള്ളപ്പോഴാണ് ഈ ലോകം മുഴുവൻ ഭാരതത്തിൻ്റെ സാംസ്കാരികതയെക്കുറിച്ച്. അതാണ് ഇത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ്. ഇനി ഹരി അധികം ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നമുക്ക് തീർച്ചയായിട്ടും ആ വിഷയം എടുക്കേണ്ടതുണ്ട് വേറെ ഒരു ചർച്ചയ്ക്ക്. അത് റിച്ചാർഡ് മാൾസിൻ്റെ ഇപ്പോൾ നടക്കുന്ന വിസിറ്റാണ്. അതായത് ഓസ്ട്രേലിയയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെത്തി. എനിക്ക് തോന്നുന്നു ഇന്നാണ് എത്തിയത് ഇല്ലേ, അതോ ഇന്നലെയാണ്? ഇന്ന് എന്തായാലും ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ചേർത്ത് വായിക്കാവുന്ന ഒരു ചർച്ചയാണ് അദ്ദേഹവുമായിട്ടും നടക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഡിഫൻസ് മേഖലകളിൽ ഭാരതവും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ്. ഇതും ചൈനയ്ക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. കാരണം ഇവർ തമ്മിലുള്ള നമ്മളും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാറ്റലൈറ്റ് ഇമേജസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് സർവൈലൻസ് രണ്ട് രാജ്യങ്ങളുടെയും സംയുക്തമായിട്ടുള്ള സഹകരണത്തോടെ നടത്താനാണ്. അതുപോലെ ഇൻഫർമേഷൻ പരസ്പരം കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ ചൈനയ്ക്ക് ഈ പ്രദേശത്ത് കടലിലുള്ള ആധിപത്യം അല്ലെങ്കിൽ അവരുടെ ചില നീക്കങ്ങളുണ്ട്. ചൈന വളരെ അനധികൃതമായിട്ട് മീൻപിടുത്ത കപ്പലുകളെയൊക്കെ ഇറക്കി വിടുന്ന ചൈനയ്ക്കൊരു സ്വഭാവമുണ്ട്. അത് പലർക്കും അറിയാം. നമ്മൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന പല സന്ദർഭങ്ങളും ചൈനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചൈനയെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മളുടെ അയൽ രാജ്യങ്ങളുമായിട്ട് വലിയ തോതിൽ സഹകരണവും ഔട്ട്റീച്ചും ഉണ്ടാക്കാൻ ഭാരതം ഇപ്പോൾ ശ്രമിക്കുന്നു. അതായത് പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ തന്നെ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യവുമായിട്ടും കൂടി നമ്മൾ കൂടുതൽ അടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ 98 പൊക്രാൻ ന്യൂക്ലിയർ ടെസ്റ്റിന് ശേഷം ഭാരതത്തിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനവുമായിട്ട് വന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഡിഫൻസ് മേഖലയിൽ ഭാരതത്തിന് ഉപരോധം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയ രാജ്യമാണ്. ഇന്ന് ഓസ്ട്രേലിയ ഭാരതത്തിൻ്റെ സൗഹൃദത്തിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ സൗഹൃദത്തിന് വേണ്ടി ഇങ്ങോട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷവും അടുത്ത വർഷവും ഭാരതവും ഓസ്ട്രേലിയയും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസം അതിനുള്ള പ്ലാനിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെ ഒരു വർത്ത് ഈ മേഖലയിലെ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു ബോധ്യം ഈ രാജ്യങ്ങൾക്ക് കൈവരികയും ചെയ്യുന്നു. പക്ഷേ ചൈന ഇതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ചൈനയ്ക്ക് സ്വതവേ അവരുടെ ഒരു സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് അന്യരാജ്യങ്ങളുടെ അതിർത്തി മാന്തുക എന്നുള്ളത്. ഭൂട്ടാനും നേപ്പാളും ഒക്കെ അതിൻ്റെ അനുഭവം അവർക്കുണ്ട്. ഭാരതത്തെ പ്രകോപിപ്പിക്കാനും ചൈന ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. കാരണം ചൈന വളരെ അസ്വസ്ഥരാണ് ഈ ഒരു അവസരത്തിൽ. നമസ്കാരം.